കല്യാണമൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരമായപ്പോൾ പാർട്ടിക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഗേറ്റ് അടവായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുകയാണ്. പിന്നെ ആലിയനെയും ഞങ്ങൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ഗേറ്റൊക്കെ തുറന്നു ഞങ്ങളങ്ങനെ നേരെ കല്യാണ വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ മണവാളിനും മണവാട്ടിയും അവിടെ സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളതാ മേലോട്ടേക്ക് പോയി. അവിടെയാണ് നമ്മുടെ നിത്യയും അതുപോലെ സ്വർണ്ണ ഇരിക്കുന്നുള്ളത്. ഞങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടികളൊക്കെ അതവിടെ ഈ റൂമിൽ കളിക്കാനായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് അവർ വന്ന് ഹായ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാണ് നിത്യയും സ്വർണ്ണ കേട്ടോ. അപ്പം ഞാനും അവിടെ പോയിരുന്നു. പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അതാ കുട്ടികൾ ഇവിടെ വന്ന് ഈ റൂമിലേക്കും കൂടി വന്ന് കുറേ സമയം ഇവിടെ നിന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. ആകെ ഒരു മയമായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ റൂം ഇവർ എന്താ പറയുക ഇളക്കി മറിച്ചു എന്ന് തന്നെ പറയാം. ഇവരതാ ഇവിടെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർ അത് ഓരോ ഭാഗത്ത് പോയി ഒളിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് ലഹളയായിരുന്നു. ഇവരെ വേറെ റൂമിലാക്കി ഞങ്ങളെ പറഞ്ഞാൽ മതി. എന്താ വെച്ചാൽ ഇവരിവിടെ വന്നിട്ട് ഞങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കേട്ടോ. സൗണ്ട് ഉണ്ടാക്കിയിട്ടും കളിച്ചിട്ടും. അതിൻ്റെ ഇടയിൽ അതാ നിമ്മി വന്നിട്ടുണ്ട്. അങ്ങനെ അതാ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മക്കളെല്ലാവരും ഭയങ്കര കളിയായിരുന്നു കേട്ടോ. ഇവർ കിട്ടിയ അവസരം നന്നായി മുതലാക്കുന്നുണ്ടായി. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ അതാ ബിരിയാണി, ചപ്പാത്തി അങ്ങനെ കുറേ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത് കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് പെൺപടകളെല്ലാവരും കൂടി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ കുറച്ച് സമയം അവിടെ പന്തലിലിരുന്നു കേട്ടോ. അവിടെ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ആളൊന്നുമല്ല ഞാനും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിൻ്റെ മുടിയൊക്കെ ആകെ കളിച്ചിട്ട് ആകെ എന്തോ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതാ കുറച്ച് നേരം കാറ്റ് കൊള്ളാൻ വന്ന് നിന്നാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ അതാ വീണ്ടും ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് എല്ലാ ഫ്രണ്ട്സ് കപ്പിൾസും ഫോട്ടോ എടുക്കാനൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർ ഓരോ വഴിക്കായിരുന്നു. അങ്ങനെ അത് ആ ഒരു വിഷമം എല്ലാവരും കൂടി ഫോട്ടോ എടുത്തിട്ട് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗാനമേള അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതാ ഉറക്കം വന്നപ്പോൾ വീട്ടിലേക്ക് കൊണ്ടാക്കി തരാൻ പറഞ്ഞു കേട്ടോ പ്രവീൻ്റെ അടുത്ത്. അങ്ങനെ ഞങ്ങളതാ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഭയങ്കര ഡാൻസും എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ ഞാനും മോളും ആലിയും വണ്ടിമേ കയറുകയാണ്. അവരാണെങ്കിൽ കളിച്ച് ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഒരുവിധം ആയിട്ടുണ്ട്. അങ്ങനെ അതാ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ബായ്.